സർ നമസ്കാരം. നമസ്കാരം. തെരഞ്ഞെടുപ്പ് കാലം അടുക്കുമ്പോൾ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കാലത്താണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ, മലയാള ഭാഷയ്ക്ക് ഏറ്റവും കൂടുതൽ പുതിയ പുതിയ സംഭാവനകൾ നടത്തിയിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു ഭാഷാ പണ്ഡിതൻ കൂടിയായി നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. അത് കൊല്ലത്ത് മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ പരനാറി പ്രയോഗം MA ബേബിക്കെതിരെ നടത്തിയത്, പിന്നീട് അതിന് മുൻപായിക്കൊണ്ട് TP ചന്ദ്രശേഖരനെതിരെ നടത്തിയ കുലംകുത്തി, പിന്നീട് നമ്മൾ ഇപ്പോൾ G സുധാകരനെതിരെ വന്ന ചെറ്റ, പിന്നെ വേറൊരാളോട് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്നൊക്കെയുള്ള, അത് പിന്നെ സ്വാഭാവികമായിട്ടുള്ളൊരു പദമാണെന്ന് വിചാരിക്കാം. ബാക്കി ഇങ്ങനെയുള്ള ഈ പദങ്ങൾ, കുലംകുത്തിയും ചെറ്റയും പരനാറിയും ഒക്കെ ഭാഷയ്ക്ക് കിട്ടിയ ഏറ്റവും മഹത്തരമായ ചാരുതയുള്ള പദങ്ങളാണ് എന്നാണ് നമ്മുടെ AK ബാലൻ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികന്മാർ അഭിപ്രായപ്പെട്ടു. അതിന് പിൻബലം നൽകുന്ന തരത്തിൽ അവർ മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറിയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ചുംബന്റെ കാര്യത്തിൽ ജയരായം കൊണ്ടുവന്നു. അതെ. അപ്പം ഞാൻ ഇപ്പം അത്യാവശ്യം ഒരു വായനാ സ്വഭാവമൊക്കെ ഉള്ള കൂട്ടത്തിലാണ് നമ്മളെന്നാണ് നമ്മുടെ വിശ്വാസം. ഞാൻ നോക്കിയ ഡിക്ഷണറിയിലൊന്നും ഈ ചെറ്റത്തരത്തിന് ചാരുതയോലുന്ന ഒരു പര്യായപദം എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അത് അല്പത്വം എന്നൊരു പദത്തിൻ്റെ വിശേഷണമായിട്ട് ചെറ്റത്തരത്തെ വേണമെങ്കിൽ കാണാം എന്നൊക്കെ ഇയാൾ ശ്രീകണ്ഠേശ്വരത്തിൻ്റെ ശബ്ദധാരാവലിയിൽ ഞാൻ നോക്കിയിട്ട് എനിക്ക് ഇത്തരത്തിലൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. മലയാളത്തിൽ മഹാനിഘണ്ടു എന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നതും ശ്രീകണ്ഠേശ്വരത്തിൻ്റെ ശബ്ദധാരാവലിയാണ്. പിന്നെ ഒരു മഹാനിഘണ്ടു വേറെയുണ്ട്, ഓരോ അക്ഷരം പ്രതിയായിട്ടുള്ള ഒരു, അതായത് നമ്മുടെ ആൽഫാബറ്റ് ക്രമത്തിൽ ഇപ്പോൾ കായ്ക്ക് വേണ്ടി മാത്രം ഒരു ഡിക്ഷണറി, ആക്കി വേണ്ടി മാത്രം, അത് മാറ്റി വയ്ക്കാം. എന്നാലും ശ്രീകണ്ഠേശ്വരത്തിൻ്റെ ശബ്ദധാരാവലിയിൽ നിന്നും ഈ പറഞ്ഞ ചാരുതയോലുന്ന പദമായിട്ട് ചെറ്റത്തരത്തെ പറയാൻ സാധിക്കില്ല. ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ മലയാളത്തിൻ്റെ യുവ എഴുത്തുകാരിൽ പ്രശസ്തനായ സുഭാഷ് ചന്ദ്രനെ പ്രത്യേകം മലയാളത്തിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ നാട്ടുകാരൻ കൂടിയാണ്, നമ്മുടെ സുഹൃത്തു കൂടിയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, സംസ്ഥാന കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുള്ള ആളാണ്. മാതൃഭൂമിയിലെ ജോലിക്കാരൻ കൂടിയാണ്. അപ്പം അദ്ദേഹം ഈ സംസാരിക്കുന്ന കഴിഞ്ഞ 2 ദിവസം മുമ്പ് അദ്ദേഹം പറഞ്ഞു, ചെറ്റത്തരം എന്ന് പറയുന്നത്, ചെറ്റത്തരം എന്താണ്, സാധാരണ ചെറ്റക്കുടിലിൽ ജീവിക്കുന്ന ആളുകളുടെ പ്രവൃത്തികളുമായി ചെറ്റത്തരത്തെ നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാമെന്നുണ്ടെങ്കിലും ഇപ്പം നാട്ടിൽ പറഞ്ഞു കേൾക്കുന്ന, പ്രയോഗിക്കപ്പെടുന്ന ചെറ്റത്തരത്തിന് ആ ഒരു അർത്ഥമല്ല പറയുന്നത്. അധാർമികമായ, അസാൻമാർഗികമായ, സദാചാര വിശുദ്ധമല്ലാത്ത ജീവിതം നയിക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ അത്തരത്തിൽ പെരുമാറുന്ന ആളുകളെയാണ് ചെറ്റത്തരം കൊണ്ട് വിശേഷിപ്പിക്കാറുള്ളത്. ചെറ്റ എന്ന് പറയുന്നത് അങ്ങനെയാണ്, ചെറ്റ വർത്താനം പറയുന്നത് ലെവലിൽ കാണുന്നവർ പറയുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ എടുത്ത് പറയുന്നു, ഇന്നിപ്പോൾ നമ്മുടെ ചേരി പ്രദേശങ്ങളിൽ പോലും ചെറ്റക്കുടിലുകളില്ല. ഏതെങ്കിലും കാരണവശാൽ ചെറ്റക്കുടിലുകളിൽ താമസിക്കുന്ന ആളുകൾ ഈ വാർത്ത കേൾക്കുന്നുണ്ടെങ്കിൽ, ചെറ്റക്കുടിലിൽ താമസിക്കുന്ന എത്രയോ സദാചാര വിശുദ്ധമായ ആളുകൾ ജീവിതം നയിക്കുന്നുണ്ട്, എത്രയോ സന്മാർഗപരമായ അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത സംസ്ഥാനമാണ് കേരളം. പട്ടിണി പാവങ്ങളില്ല. പാവങ്ങൾ എന്ന പദം പോലും ഡിക്ഷണറിയിൽ നിന്ന് മാറ്റുമെന്ന് പറഞ്ഞ സംസ്ഥാന സെക്രട്ടറിയാണ് CPM-ന്റെ. അതെന്തു ആവട്ടെ, ഇനി എവിടെയെങ്കിലും ആരെങ്കിലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നുണ്ടെങ്കിൽ ഓലയും മുളയും ഒക്കെ ഈ ഓലയും മുളയും ഒക്കെ കുത്തിമറിച്ച് വീട്ടിലാണ് ചെറ്റ എന്ന് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും എവിടെയെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ അവര് ഒരു കാരണവശാലും ചെറ്റകളല്ല. അങ്ങനെ ഒരിക്കലും വിശേഷിപ്പിക്കാനും പറ്റില്ല. ഈ സംഭാഷണം അല്ലെങ്കിൽ അഭിമുഖം കാണുന്ന ആരെങ്കിലും അങ്ങനെ ധരിക്കാനും പാടില്ല. ചെറ്റക്കുടിലിൽ താമസിക്കുന്ന ആളുകളെ ഞങ്ങൾ ഒരിക്കലും ചെറ്റകളെന്ന് വിശേഷിപ്പിക്കില്ല. എത്രയോ വലിയ സന്മാർഗ വിശുദ്ധിയുള്ള ജീവിതം നയിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ ഇത്തരം കുടിലുകളിൽ താമസിക്കുന്ന ആളുകൾ കണ്ടിട്ടുണ്ട്. അപ്പം മുഖ്യമന്ത്രി പറഞ്ഞത് ചെറ്റക്കുടിലിൽ താമസിക്കുന്ന ആളുകളുടെ പ്രവർത്തന രീതിയല്ല സുധാകരനെ ചെറ്റത്തരം എന്ന് വിശേഷിപ്പിച്ചത്. അല്ല, അത് മോശം പ്രവൃത്തിയെ തന്നെയാണ്. സുധാകരൻ്റെ കുലംകുത്തിയുടെ അല്ലെങ്കിൽ വർഗവഞ്ചകന്റെ പ്രവൃത്തിയേക്കാൾ താഴെയായിട്ടാണ് ചെറ്റത്തരത്തെ കണ്ടത്. അതെ, ഒരു വളരെ മോശമായ, നികൃഷ്ടമായ, ജുഗുപ്സാവഹമായ പ്രവർത്തന രീതികൾ അല്ലെങ്കിൽ പെരുമാറ്റ രീതികൾ, സംസാര രീതികൾ വച്ചു പുലർത്തുന്ന ആളെ വിളിക്കുന്ന ഒരു പദമാണ് ചെറ്റ എന്നാണ് നമ്മൾ സാമാന്യനെ മനസ്സിലാക്കിയിരിക്കുന്നത്. സാമാന്യഗതിയിൽ G സുധാകരനെതിരായിട്ട് പ്രവർത്തിക്കും കേരളത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഭാഷയുടെ മേൽ സ്വാധീനമുള്ള ഒരു 10 പേരെടുത്താൽ അതിലൊരാൾ G സുധാകരൻ തന്നെയായിരിക്കും. തീർച്ചയായിട്ടും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം അല്ലെങ്കിൽ അവരുടെ ഈ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അറിവുകൾ ഇത്ര കണ്ട് നേടിയ ആളുകൾ വളരെ ചുരുക്കം തന്നെയാണ്. മാത്രമല്ല പ്രത്യയശാസ്ത്രപരമായ അറിവ് മാത്രമല്ല, ഒരു സാമൂഹ്യ ജീവിതത്തിൽ ഒരു പൗരൻ
യഥാർത്ഥ പൗരൻ എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത്, അവൻ്റെ സാമൂഹ്യ ബോധവും അവൻ്റെ പ്രത്യയശാസ്ത്രവും ഏത് തരത്തിലാണ് വിനിയോഗിക്കപ്പെടുന്നത് എന്നുള്ളത് കൃത്യമായി കാണിച്ചു തന്ന ആൾ കൂടിയാണ്. പിണറായി വിജയന് 3 ഉത്തരവാദിത്വമുണ്ട് സമൂഹത്തോട്. ഒന്ന് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഉത്തരവാദിത്വം, പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ ഉത്തരവാദിത്വം, മൂന്നാമത്തത് ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത് ഉത്തരവാദിത്വം. അത് വളരെ ഗൗരവമുള്ള, ക്രമസമാധാനം പാലിക്കപ്പെടേണ്ട ഉറപ്പുവരുത്തേണ്ട ആളാണ്. അപ്പം മുഖ്യമന്ത്രി ജി സുധാകരനെ ചെറ്റ അല്ല ചെറ്റത്തരനോ അതിനൊക്കെ പരന്നാറിയുന്ന എന്ത് വേണോ വിളിച്ചോട്ടെ. പക്ഷെ ഏതർത്ഥത്തിലാണ് ജി സുധാകരൻ ചെറ്റയായത്, അല്ല ചെറ്റത്തര സുധാകരൻ്റെ ഏത് പ്രവൃത്തിയാണ് ചെറ്റത്തരമായത്? സുധാകരൻ ജനിക്കുന്ന ഏതൊക്കെ പ്രവൃത്തി നമ്മുടെ സജി ചെറിയാനെയും സലാമിനെയും പോലുള്ളവരെ വിമർശിക്കുകയത്, അവരുടെ പേരിൽ വേറെ കേസുകളുണ്ട്, ആരോപണങ്ങളുണ്ട്, അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. പി കൃഷ്ണപിള്ളയുടെ സ്മാരകം തകർത്തതിനെ പറ്റി പറയുന്നുണ്ട്. അതൊക്കെ ചെറ്റത്തരാണോ? അതൊന്നും പറയാൻ പാടില്ലേ. അത് പിണറായി വിജയനെ വിമർശിക്കുന്ന എല്ലാം ചെറ്റത്തരം, ബാക്കിയൊക്കെ ചാരുതയുള്ളതെന്നായിരിക്കും AK ബാലൻ ഉദ്ദേശിച്ചത്. അല്ല, അത് വളരെ ദയനീയമായൊരവസ്ഥ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ആവട്ടെ പ്രധാനമന്ത്രി ആവട്ടെ ആര് തന്നെ ആവട്ടെ, നമ്മുടെ അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന ബഹുമാന്യ സ്ഥാനങ്ങളിലിരിക്കുന്ന ഏത് ഭരണാധികാരി ആവട്ടെ, അവർക്ക് തെറ്റുപറ്റിയിട്ടെങ്കിൽ രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ എന്തിനാണ് മടി കാണിക്കുന്നത്? ഇപ്പം നമ്മളെപ്പോലുള്ള മാധ്യമങ്ങൾ പലപ്പോഴും അത്തരം ചില നഗ്നതകൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളുടെ ചീഫ് എഡിറ്ററെ അടക്കം അകത്ത് പിടിച്ചുകൊണ്ടുപോയിട്ട് അവസരങ്ങൾ നമുക്കറിയാം. നമ്മുടെ ചീഫ് എഡിറ്റർ മാത്രം, ഇപ്പം ക്രൈം നന്ദകുമാർ സാറിന് മാത്രമല്ല, മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ സ്കറിയെ, DNA സുമേഷ് മാർക്കോപോളയെ ഒക്കെ എന്തിന് അഡ്വക്കേറ്റ് KM ഷാജഹാനെ. അപ്പോൾ ഈ നേരായ രീതിയിൽ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്ന ആളുകളെ ഇവർക്കൊരു കാരണവശാലും സഹിഷ്ണുതാപൂർവ്വം സമീപിക്കാൻ പറ്റില്ല. അപ്പോൾ അവരെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ കള്ളക്കേസുകൾ ഉണ്ടാക്കി നമ്മുടെ ഓഫീസുകളൊക്കെ റെഡി ചെയ്ത് കൊണ്ടുപോയ സന്ദർഭങ്ങളുണ്ട്. കോഴിക്കോട് ക്രൈമിൻ്റെ ഓഫീസൊക്കെ, അത് മറ്റൊരു ഓഫീസുള്ള PWD മന്ത്രിയാകാൻ പറ്റില്ലേ? അതെ. അപ്പം അത് നമ്മൾ അങ്ങോട്ടൊന്നും എന്തായാലും ഈ സമയത്ത് പോകുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ ബഹുമാന്യനായ മുഖ്യമന്ത്രി നാട്ടിലെ ക്രമസമാധാനം പുലർത്തുന്നതിന് വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കേണ്ട ആൾ തന്നെയാണ്. ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി പോലും സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മോശമായ ചലനങ്ങൾ ഉണ്ടാകാൻ പാടില്ല, കലാപം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിശുദ്ധ പിതാവ് പാമ്പ്ളാനിനെയാണ് നികൃഷ്ടജീവി വയനാട് താമരശ്ശേരി ബിഷപ്പ്. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രത്തോളം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു പരാമർശമായിരുന്നത്. അതൊരു വിശുദ്ധ പദം തന്നെയാണോ? അല്ല, ഇന്നത്തെ സതീശന്റെ ഇന്റർവ്യൂ കൊണ്ട് കലാപം ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ പിണറായി വിജയന്റെ പ്രസംഗം കൊണ്ട് എത്രയോ കലാപങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടില്ല. അപ്പോൾ മലയാളിയുടെ പ്രബുദ്ധത തന്നെയാണ് അതിനൊക്കെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളഞ്ഞു. അത് തന്നെയാണ് ഇവിടെ ചെറ്റത്തരത്തിന്റെ കാര്യത്തിൽ സുഭാഷ് ചന്ദ്രനെ പോലുള്ള ആളുകൾ വാക്കുകൊണ്ട് മായാജാലം തീർക്കുന്ന ആളുകളാണ്. ഇദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ചെറ്റത്തരം പോലെ മാത്രമേ വില കൽപ്പിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് പരനാറിയായ പ്രേമേന്ദ്രൻ ലക്ഷക്കണക്കിന് വോട്ടിന് CPMന്റെ മുഴുവൻ സീറ്റും ജയിക്കുന്ന CPMന്റെ കൊല്ലത്തുനിന്ന് 1,00,000-ലധികം വോട്ടിന് പാർലമെന്റിലേക്ക് ഈ പരനാറിയാണ് ജയിക്കുന്നത്. അപ്പോൾ അന്ന് അയാൾ ആത്മഹത്യ ചെയ്യണം. പക്ഷേ സാറേ, ഇപ്പം അതിൽ ഞാനൊന്ന് ഇടപെട്ടോട്ടെ. എനിക്ക് തോന്നുന്നു ഈ MA ബേബിയെ ദേശീയ സെക്രട്ടറി ആക്കിയത് തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് പിണറായി വിജയനെ തലകുലുക്കി സമ്മതിച്ചത്. ഈ MA ബേബിയെ കൊല്ലത്ത് തോൽപ്പിക്കുന്നതിന് വേണ്ടി ബോധപൂർവം നടത്തിയ ഒരു പരാമർശമാണ് പരനാറി ഒരു പ്രയോഗം എന്നുള്ളത് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അന്ന് NK പ്രേമേന്ദ്രനെ ജയിപ്പിക്കാൻ വേണ്ടി, അതായത് ഈ ബേബിയെ തോൽപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം നടത്തിയ പരാമർശമാണോ ഈ പരനാറി പരാമർശം എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതെന്ത് തന്നെയായാലും മറ്റൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. സാറ് രാഷ്ട്രീയത്തെ വളരെ നിരീക്ഷണ മനോഭാവത്തോടെ നോക്കിക്കാണുന്ന ഒരാളാണ്, വളരെ വിശകലനാത്മകമായ രീതിയിൽ അതിനെ സമീപിക്കുന്ന ആളാണ്. ഇപ്പോൾ ഈ ഇടതുപക്ഷത്തിലെ AK ബാലനും തോമസ് ഐസക്കും നമ്മുടെ സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള ആളുകൾ മുഖ്യമന്ത്രിയുടെ ചില പദങ്ങൾ വിശുദ്ധീകരിച്ചുകൊണ്ട് വെള്ളപൂശിക്കൊണ്ട് അടുത്ത് വരുന്നുണ്ട്. അവർ സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങളിൽ വന്നിട്ടാണ് പറയുന്നത് ചാരുതയോരുന്ന പദപ്രയോഗമാണ് മുഖ്യമന്ത്രി ഗ്രാമീണ ശൈലി എന്ന് പറയണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മന്ത്രിസഭാ യോഗത്തിൽ ഒരു തീരുമാനമെടുക്കാതെ, മന്ത്രിസഭ ചേരാതെ, CPI പോലുള്ള LDFിലെ പ്രധാന ഘടകകക്ഷിയോട് ആലോചിക്കാതെ അവരെതിർത്തിരുന്ന CPM എതിർത്തിരുന്ന കേരളത്തിലെ സ്കൂളുകളെ കാവ്യവൽക്കരിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി കൊണ്ടുവന്ന സ്കൂളുകൾക്ക് നടപ്പാക്കാൻ ഉദ്ദേശിച്ച PM ശ്രീ പദ്ധതിയിൽ മുഖ്യമന്ത്രി പോയി ഒപ്പുവെച്ചത് സാധാരണക്കാരായ ആരെങ്കിലും രാഷ്ട്രീയ നിരീക്ഷകർ ചെറ്റത്തരം എന്ന് വിശേഷിപ്പിച്ചു കഴിഞ്ഞാൽ അത് ചാരുതയോലുന്ന പദമാണ് മുഖ്യമന്ത്രിയെക്കുറിച്ച് ആ വിശേഷിപ്പിക്കുന്ന ആൾ പറഞ്ഞെന്ന് ഒരു സമ്മതിക്കൂ? അല്ല, PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതും ഒരു മഹത്തായ കർമ്മം കേരള മോചനത്തിന് വേണ്ടി ചെയ്തു. പിന്നെ മറ്റുള്ളവരോട് പറയാൻ പറ്റില്ല, മറ്റുള്ളവരെ ചെറ്റകളായിട്ടാണ് കണ്ടത്. അങ്ങനെ അവഗണിക്കപ്പെട്ട രീതിയിൽ കണ്ടു.
സാർ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ PM ശ്രീ പദ്ധതിയുടെ പ്രയോജനകതയെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. അങ്ങനെ മന്ത്രിസഭയിലോ അല്ലെങ്കിൽ ഘടകകക്ഷിയായ CPIയോടോ CPI അവരെ ചിറ്റകളായിട്ട് കണ്ടു. അല്ല അവരിതിനെ എതിർത്തിരുന്നതാണ്. സമ്മതിച്ചു. CPMലെ ഭൂരിപക്ഷം ആളുകളും നേരിട്ട് എതിർത്തിരുന്ന പദ്ധതിയാണ്. കേരളത്തിലെ സ്കൂളുകളെ കാവ്യവൽക്കരിക്കാൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കാവ്യവൽക്കരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എതിർത്തൊരു പദ്ധതി കാലാനുസൃതമായ പരിവർത്തനത്തിന് വിധേയമാകുന്ന കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു അധികാരി എന്ന രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രായ്ക്ക് രായ്മാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എഴുതി കാണിച്ച ആ വരികൾക്കടിയിൽ തുല്യം ചാർത്തി കൊടുത്തത് ചെറ്റത്തരം ആണ് എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ചാരുതയായിരുന്ന ഒരു പ്രവൃത്തിയായിട്ട് കഥയുണ്ട്. പറയൂ. എഴുതി അവിടെ പോയി ഒപ്പിടുകയല്ലേ ചെയ്ത്, കുറെ വെള്ള പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തിട്ട് നിങ്ങൾ ഇഷ്ടമുള്ള എഴുതിക്കൊള്ളാൻ പറഞ്ഞു പോലും ബ്ലാങ്ക് ചെക്ക് ആണ് അങ്ങനെ കഥ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്ന് അറിയാം, ഇങ്ങനെ പറയുന്നത് CPIയെ ചെറ്റ അല്ലെ ഏറ്റവും തരംതാണ വർഗമായിട്ട് കണക്കാക്കിക്കൊണ്ടാണ് അവരുടെ അഭിപ്രായത്തിന് യാതൊരു വിലയും കൊടുക്കാതെ ചെയ്ത് കൂടെയുള്ളവരെ ചെറ്റകളായിട്ട് കാണുന്ന ഒരു സംസ്കാരം കയറി വളർന്നു. അതുകൊണ്ടാണ് അങ്ങനെ എപ്പോഴും ഇത്തരം ഭാഷ ഉപയോഗിക്കുന്നത്. അല്ല, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വളരെ നമ്മൾ പലപ്പോഴും നിരീക്ഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, വളരെ അവധാനതയോടുകൂടി വളരെ അച്ചടക്കത്തോടുകൂടി മനസംയമനത്തോടുകൂടി സംസാരിക്കുന്ന ഒരാളാണ് CPIയുടെ നേതാവായ ബിനോയ് വിശ്വം. അപ്പോൾ ബിനോയ് വിശ്വം PM ശ്രീ പദ്ധതിയിൽ കടുകിട പിന്മാറാതെ പറ്റില്ല എന്നുള്ള നിലപാടെടുത്തു. പിന്നീട് മുഖ്യമന്ത്രി ഇരട്ടച്ചങ്കൻ അതിൽ നിന്ന് പിന്മാറേണ്ടി വന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒപ്പിട്ടിട്ടില്ലെന്ന് ഇപ്പോഴും പറയാൻ പറ്റുമോ? ചാരുതയോലുന്ന ഈ പ്രവൃത്തി മറ്റാരെങ്കിലും ഇങ്ങനൊരു ചെറ്റത്തരം ആണെന്ന് വിശേഷിപ്പിച്ചു കഴിഞ്ഞാൽ ശിവൻകുട്ടി അടക്കം, നമ്മുടെ AK ബാലനടക്കം അത് ചാരുതയോലുന്ന പദമാണ് എന്ന് പറയൂ. നമ്മളിപ്പോഴും അടിവരയിട്ട് പറയുന്നു, മുഖ്യമന്ത്രി മന്ത്രിസഭയിലോ അല്ല എന്നുണ്ടെങ്കിൽ ഘടകകക്ഷികളോടോ ആലോചിക്കാതെ ഇത്തരം ഒരു പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ചെറ്റത്തരം എന്ന് നമ്മൾ വിശേഷിപ്പിക്കില്ല. നമ്മുടെ സാംസ്കാരിക അവബോധം അതിന് സമ്മതിക്കില്ല. കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന മുഖ്യമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രിയാണ്. നമ്മുടെ രാഷ്ട്രീയ അഭിപ്രായഗതികൾ എന്തു ആവട്ടെ, രാഷ്ട്രീയ ആദർശം എന്തു ആവട്ടെ, പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ആ മുഖ്യമന്ത്രിയെ നമ്മൾ നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ സഭ്യേതരമല്ലാത്ത പദങ്ങൾ ഉപയോഗിച്ച് നമ്മളൊരു കാരണവശാലും അഭിസംബോധന ചെയ്യില്ല, തിരിച്ചു പറയേണ്ട ആവശ്യമില്ല, തിരിച്ചു പറയില്ല. പക്ഷേ ഇവരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു വിമർശനം ഉണ്ടാകുമ്പോൾ സുധാകരനെ ചെറ്റത്തരം എന്ന് പറഞ്ഞത് അത് അല്പത്തരമാണെന്നോ അല്ലെങ്കിൽ ചാരുതയോലുന്ന പദമാണ് എന്ന് പറഞ്ഞാൽ, മുഖ്യമന്ത്രിയുടെ ഇത്തരം പ്രവൃത്തികളെ ആരെങ്കിലും ചെറ്റത്തരം എന്ന് ചൂണ്ടിക്കാണിച്ചാൽ, വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറയുന്നത് ചെറ്റത്തരാണെന്ന് പറഞ്ഞാൽ, നികൃഷ്ടജീവി എന്നുള്ള പദപ്രയോഗം ചെറ്റത്തരാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പരനാറി എന്ന പ്രയോഗം ചെറ്റത്തരം എന്ന് ആ ഒരു ചെറ്റത്തരം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചാരുതയോലുന്ന പദമായിട്ട് ആരെങ്കിലും കണക്കിലെടുക്കുമോ? ഞാൻ താങ്കളുടെ ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നത്, താങ്കൾ പറഞ്ഞ MA ബേബിയെ ഒന്ന് തോറ്റോട്ടെ എന്ന് വിചാരിച്ചാണ്, അല്ലെ പ്രേമേന്ദ്രൻ വിജയിച്ചോട്ടെ എന്ന് വിചാരിച്ചാണ് പരനാറി പ്രയോഗം നടത്തിയതെങ്കിൽ, ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ എവിടെയോ ഈ 68 വർഷമായി പാർട്ടിയുടെ കൂടെയുള്ള സുധാകരനെ പോലൊരു മനുഷ്യൻ, സഖാവിൻ്റെ നല്ല ഓർമ്മകൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. സുധാകരൻ തോൽക്കാൻ പാടില്ല എന്ന് ഇങ്ങേരുടെ പിണറായി വിജയൻ്റെ മനസാക്ഷി വീണ്ടും വീണ്ടും അദ്ദേഹത്തോട് പറയുന്നത് കൊണ്ടാണ് സുധാകരനെ ജയിപ്പിക്കാനുള്ള എളുപ്പ വഴി, കുറുക്കു വഴിയായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭാഷാപ്രയോഗത്തെ കണക്കാക്കിയാൽ പോരെ. അതിപ്പോൾ സാർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുമ്പോൾ അമ്പലപ്പുഴയിൽ നിന്ന് സുധാകരൻ വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളൊക്കെ. നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുവാട്ടെ, നമ്മൾ മെയ് 4-ാം തീയതി അറിയാൻ പറ്റും. അതെന്ത് തന്നെയായാലും മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ നാടൻ ശൈലി പ്രയോഗങ്ങളൊക്കെ എടുത്ത് പ്രയോഗിക്കുമ്പോൾ അതിന് സഭ്യേതരമാണോ അല്ലയോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. അത് സഭ്യേതരമാണ് എന്നുണ്ടെങ്കിൽ, സഭ്യേതരമാണ്, രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാനുള്ള നട്ടലും ആർജവും കാണിക്കേണ്ട കൂടെ നിൽക്കുന്ന പാർശ്വവർത്തികളായ ഇത്തരം ആളുകളാണ്. അത് ന്യായീകരിക്കാൻ നിൽക്കരുത്. ശുംഭൻ എന്ന് പറഞ്ഞാൽ പ്രകാശം പരത്തുന്നവനാണ് എന്ന് ജഡ്ജികളെ വിശേഷിപ്പിച്ചത് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പാവം സംസ്കൃത പണ്ഡിതന്മാരെ വിളിച്ച് കോടതിയിൽ കൊണ്ടുപോയി നിർത്തേണ്ട ഒരു കാര്യമില്ല. അതുപോലെ ഡിക്ഷണറി എന്നും ഇത്തരം ന്യായീകരണങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതല്ല തന്നെ. അപ്പോൾ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ തെറ്റാണെന്ന് സമ്മതിക്കാൻ കാണിക്കുന്ന മാനസിക വലിപ്പം ഉണ്ടല്ലോ, അതാണ് ആദ്യം വേണ്ടത്. അതാണ് ഇല്ലാത്തത്. അതായത് സഹിഷ്ണുതാ മനോഭാവം ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് കണ്ടെത്താൻ പറ്റുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയെ നമ്മൾ ചെറ്റത്തരെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല, ഒരിക്കലും വിശേഷിപ്പിക്കുന്നില്ല. ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ അത് ചാരുതയോലുന്ന പദമാണോ എന്നിവർ പറയുമെന്ന് മാത്രമേ നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഈ അഭിമുഖത്തിന്റെ പേരിൽ ക്രൈമിന്റെ കമ്പ്യൂട്ടർ അടക്കം പൊക്കിക്കൊണ്ട് പോകണ്ട എന്ന് കണക്കാക്കിയിട്ട് പറഞ്ഞത്. ഞാൻ താങ്കൾ പറഞ്ഞതിനോട് വിപരീത അർത്ഥത്തിൽ യോജിക്കുകയാണ്. ഈ ചെറ്റത്തരം എന്നുള്ളതിനേക്കാൾ കൂടെ മെച്ചപ്പെട്ട ഭാഷ ഇനി അടുത്ത സന്ദർഭങ്ങളിൽ ഉണ്ടാകാൻ കണ്ടുപിടിക്കുക എന്നുള്ള പ്രതീക്ഷകളെ നിലനിർത്താം. അതെ, ഇപ്പോൾ മുഖ്യമന്ത്രി ഭാഷയ്ക്ക് വീണ്ടും വീണ്ടും പുതിയ പുതിയ പദങ്ങൾ സംഭാവന ചെയ്യുമെന്ന് പ്രത്യാശിക്കാം.